നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് വ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്. നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും നല്ല രീതിയിൽ സ്വിംഗ് ട്രേഡിങ്സ് എടുക്കുന്നതിനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രേഡിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനും എല്ലാം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇൻഡെക്സായ NSEയുടെ ഇൻഡെക്സായ നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസിസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാ വീക്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യുക. അപ്പം നമ്മൾ ഈ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീക്കിലും നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യമേ മന്ത്ലി വ്യൂ ഏറ്റവും വലിയ ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അതിനുശേഷം വീക്ക്ലി വ്യൂവിൽ പോയി നമ്മൾ ക്ലിയർ ആയിട്ട് സപ്പോർട്ട് റീജിയൻസ്, നല്ല റെസിസ്റ്റൻസ് റീജിയൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പം മന്ത്ലി വ്യൂവിൽ നമുക്ക് ഡിസംബർ മാസം, ജനുവരി മാസം ക്ലിയർ ആയിട്ട് ബിയറിഷ് മാസങ്ങളായിരുന്നു. അതിനുശേഷം ഫെബ്രുവരി മാസത്തെ ജസ്റ്റ് സ്റ്റാർട്ടിങ് വന്നിട്ടുണ്ട്. ഇത്രയും താഴെ വന്നിട്ട് മാർക്കറ്റ് ഫെബ്രുവരി മാസത്തിലും കുറച്ച് താഴോട്ടാണ് വന്നത്. അതിനുശേഷം അവിടെ നിന്നൊരു ചെറിയൊരു സപ്പോർട്ട് എടുത്ത് ഒരു കുറച്ച് മുകളിൽ കൊണ്ടുവന്ന് ഒരു ക്ലോസിങ് തന്നു. 17,830 എന്ന റീജിയനാണ് ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ ജസ്റ്റ് ഫെബ്രുവരി മാസം ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് തന്നിട്ടുള്ളൂ. ഇപ്പം ഇവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മന്ത്ലിയിൽ ക്യാൻഡിൽ ക്ലോസിംഗ് ഒന്നും തന്നിട്ടില്ല. നമുക്ക് ലോങ് വ്യൂവിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് പറയാറായിട്ടില്ല. അപ്പം മന്ത്ലിയിൽ ഈ ഒരു റീജിയണൊക്കെ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു ക്ലോസിങ് തരികയാണെങ്കിൽ ഒരു പക്ഷേ ലോങ് വ്യൂവിൽ നമുക്ക് വീണ്ടും മുകളിലേക്ക് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഏകദേശം 18,200, 250 റീജിയനാണ്. ഈ 18,200, 250 റീജിയണിന് മുകളിൽ ഒരു മാർക്കറ്റ് ഒരു മന്ത്ലിയിൽ ക്ലോസിംഗ് ഒക്കെ തരുവാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു നല്ല ഒരു പോസിറ്റീവ് സൈഡാണ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിൽ ഒരു ക്ലോസിങ്. അപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ ചെറിയൊരു സപ്പോർട്ട് എടുത്ത് ചെറിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തരുന്നുണ്ട് ഫെബ്രുവരി മാസത്തെ സ്റ്റാർട്ടിങ്ങിൽ. ഇനി നമുക്ക് വീക്ക്ലി വ്യൂവിലായിട്ടൊന്ന് പോയി നോക്കാം. വീക്ക്ലി വ്യൂവിലായിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ആഴ്ച ഒരു വീക്ക്ലിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. നല്ല വോളറ്റൈലായിട്ടുള്ളൊരു വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തതും. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ഈ ഒരു റീജിയണിൽ സപ്പോർട്ട് എടുത്തു 17,350 എന്ന റീജിയൻ. അപ്പോൾ 17,350 എന്ന റീജിയൻ നമുക്ക് നല്ലൊരു സപ്പോർട്ട് റീജിയനായിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ് ഇനി മുമ്പോട്ട് പോകുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 17,800 എന്ന റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയനാണ്. അപ്പോൾ 17,800 എന്ന റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. ഈ ഒരു റീജിയൻ ഇങ്ങനെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു ആ കൺസോൾട്ടേഷന്. അപ്പം ഈ ഒരു റീജിയൻ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തതുകൊണ്ട് താഴേന്ന് വന്നപ്പോൾ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ 17,800 എന്ന റീജിയണിന് മുകളിൽ നമുക്ക് ഫ്രൈഡേയിൽ ഒരു ക്ലോസിങ് തന്നിട്ടുണ്ട്. അപ്പോൾ 800-ന് മുകളിൽ ഒരു ക്ലോസിങ് തന്നിട്ടുണ്ട്. അതൊരു മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ക്ലോസിങ് സർവൈവ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. മൺഡേ, ട്യൂസ്ഡേയിലൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു 17,800 എന്ന റീജിയൻ സർവൈവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരുപക്ഷെ നെക്സ്റ്റ് ലെവലായ 18,200, 250 റീജിയൻ, ഈ ഒരു റീജിയൻ 18,200, 250 റീജിയൻ, അപ്പം അങ്ങോട്ട് വരെ എത്താനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു നല്ല റെസിസ്റ്റൻസ് റീജിയനാണ്. ഇവിടം വരെ പോയി കഴിഞ്ഞാലും അവിടെ നിന്നും മാർക്കറ്റ് റിവേഴ്സ് ആകാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ഉള്ള ഡെയിലി ക്യാൻഡിൽസ് എവിടെയാണ് ക്ലോസിങ് തരുന്നതെന്ന് തീർച്ചയായിട്ടും നോക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതല്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ മൺഡേ, ട്യൂസ്ഡേയിൽ തന്നെ താഴോട്ട് വരികയാണ്, താഴെ ക്ലോസിങ്ങും തരുവാണ് 17,800-ന് താഴെയെങ്കിൽ, ഇതിന് താഴെയാണ് ക്ലോസിങ് തരുന്നതെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 17,350 എന്ന റീജിയൻ നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തേക്കാം. അതല്ല 17,350 എന്ന റീജിയൻ ബ്രേക്ക് ഡൗൺ തരികയാണ്, ബ്രേക്ക് ഡൗൺ തന്ന് ഇതിന് താഴെ ഇങ്ങനെ ഒരു ക്ലോസിങ് വരികയാണ്, ഇതിന് താഴെ നമുക്കൊരു ക്ലോസിങ് തരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ നിന്ന് വന്ന് ഈ ഒരു റീജിയൻ ബ്രേക്ക് ഡൗൺ തന്ന് താഴോട്ട് പോരുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവൽ എക്സ്പെക്റ്റ് ചെയ്യണം 16,800 എന്ന റീജിയൻ. 17,000 എന്നതൊരു സൈക്കോളജിക്കൽ ലെവലാണ്. ഒരുപക്ഷെ 17,000-ൽ സപ്പോർട്ട് എടുത്തേക്കാം, അല്ലെങ്കിൽ 16,800 എന്ന റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അപ്പോൾ മാർക്കറ്റിൽ നിലവിൽ ഒരു ചെറിയൊരു ബുള്ളിഷ് വീക്ക്ലിയിൽ ക്യാൻഡിൽ ഫോം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു ലോങ് വ്യൂവിൽ നമ്മൾ ബുള്ളിഷ്നെസ്സിലേക്കൊന്നും എത്തിയിട്ടില്ല. ലോങ് വ്യൂവിൽ നമ്മളൊരു ബുള്ളിഷ്നെസ്സിലേക്ക് എത്തണമെങ്കിൽ 17,200 അല്ലെങ്കിൽ 250 എന്ന റീജിയൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മിനിമം ക്രോസ് ചെയ്ത് ഒരു ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ, വീക്കിലിയിലെങ്കിലും മിനിമം ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മുകളിലേക്കുള്ള
ലെവൽസ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ ഒരു റീജിയൻ 17,830 നിൽക്കുന്നത്. 17,800 താഴോട്ടാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ക്ലോസിംഗ് ആയിരുന്നെങ്കിൽ താഴോട്ട് വരുമെന്നും 17,350 നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തേക്കാം. അത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ 16,800 എന്ന റീജിയനാണ് നെക്സ്റ്റ് ലെവലെന്നും. അപ്പം ഇനി നമ്മൾ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് തരികയാണ്. ഈ ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റീജിയനായിട്ട് 18,200, 250 എന്ന റീജിയൻ ബ്രേക്ക് ഔട്ട് വന്ന് മുകളിൽ ക്ലോസിംഗ് തരികയാണെങ്കിൽ പിന്നെയുള്ള നമ്മുടെ ലെവൽ എന്ന് പറഞ്ഞാൽ 18,400 എന്ന റീജിയനാണ്. അപ്പോൾ 18,400 മുകളിൽ പിന്നെ നമുക്ക് 18,600, 18,900 എന്ന റീജിയൻസ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് മാറിയേക്കാം. അപ്പം ഈ വീഡിയോസ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ ഇങ്ങനെയൊരു കറക്ഷൻ ഉണ്ടായി, അവിടെ നിന്നൊരു വീക്കിലി ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു, പിന്നെ നല്ലൊരു കൺസോൾട്ടേഷൻ, അതിനുശേഷം വീണ്ടും താഴോട്ട് വന്നു, അവിടെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒരു ചെറിയ പുൾ ബാക്ക് എടുത്തേക്കാം. ആ പുൾ ബാക്ക് എടുത്തിട്ട് ഇങ്ങനെയൊരു ട്രെൻഡ് ലൈനിൽ ഒരു ഡൗൺ ട്രെൻഡിൽ വീണ്ടും താഴോട്ട് പോരാനുള്ള പോസിബിലിറ്റീസും നമുക്ക് കണ്ടേക്കാം. അപ്പം ഈ ഒരു റീജിയണൊക്കെ ബ്രേക്ക് ഔട്ട് തന്ന് മുകളിലെ ക്ലോസിങ് തരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു നിഫ്റ്റിയുടെ ചാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടൈമിൽ നമുക്ക് ഒരു പോസിറ്റീവ് ഡയറക്ഷൻ കിട്ടണമെങ്കിൽ, മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റീവ് ഡയറക്ഷൻ കിട്ടണമെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സ്വിംഗ് ട്രേഡിങ് നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ പ്രോ സ്ട്രാറ്റജി ഒപ്പം അതിൻ്റെ ലൈവ് ട്രേഡിങ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെയും കംപ്ലീറ്റ് സ്ട്രാറ്റജിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. അതും പോയി നിങ്ങൾക്ക് കണ്ട് പഠിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.